എന്നോടൊപ്പം മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്നുള്ള ജിനീഷുണ്ട്. ജിനീഷിന് നമ്മളൊരു ഓണ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പിറകിൽ കാണുന്ന കാറ് ഇത് നമ്മൾ ജിനീഷിന് ഓണസമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ജിനീഷ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ നേരത്തെ അവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു. ജിനീഷിന് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ആ ഹോം സ്റ്റേ പോയി ഉപജീവനം നഷ്ടപ്പെട്ടു. അന്നാണ് നമ്മൾ ജിനീഷിനെ പരിചയപ്പെടുന്നത്. ജിനീഷിന് അലീക്ക AGC ഗ്രൂപ്പിൻ്റെ അലീക്ക ഒരു ഓട്ടോറിക്ഷ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ജിനീഷിന് ഒരു ടാക്സി കാർ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യൂസ്ഡ് കാറാണ്. ഇത് എത്ര രൂപയായി ടോട്ടൽ? ഇത് 370. 3 ലക്ഷം രൂപയാണ് അലീക്ക വന്നത് അല്ലേ? 70,000 രൂപ. പിന്നെ കമ്പളക്കാടുള്ള ഒരു അഡോറ എന്ന് പറഞ്ഞൊരു ഏജൻറ്റ്, അവരെ ഒരു സംഘടനയെ തന്നെ നമുക്ക് അഡോറ അല്ലേ? അപ്പോൾ അങ്ങനെ 3,70,000 രൂപയുടെ കാറാണ്. ഇത് ടാക്സി ആക്കി മാറ്റുമല്ലേ നമ്മൾ? ടാക്സി ആക്കാം. ഇനി അലീക്കയുടെ ഒപ്പം അന്ന് ജിനു വന്നിരുന്നത് അല്ലേ? ജിനു അന്ന് ജിനേഷിനെ കണ്ട ഓർമ്മയില്ലേ? അതെ നമ്മൾ ചുരൽമലയിൽ പോവുകയും ജിനീഷ് സംസാരിക്കുകയും ജിനീഷ് ശരിക്കും ഒരു ആർട്ടിസ്റ്റാന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ഞങ്ങൾ ജിനീഷെ ഫസ്റ്റ് പരിചയപ്പെടുന്നത്. മിമിക്രി താരമാണ്. ജിനീഷിന് ഒരുപാട് ആൽബംസ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ജിനീഷ് മിമിക്രി ചെയ്യായിരുന്നു അല്ലേ? ചേരുന്നു. ഇപ്പോൾ പിന്നെ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഒരു മൈൻഡില്ലാതെ. പക്ഷേ ആ അവസ്ഥ എന്നൊക്കെ നമ്മൾ മാറണം കേട്ടോ. പഴയ ഒരു മിമിക്രി ഏതെങ്കിലും ഒരു സാധനം പ്രേക്ഷകർക്ക് വേണ്ടി, സുജയ പാർവതിക്ക് വേണ്ടിയിട്ടും. ശശി കലികേൻ്റെ വോയിസ് വന്നെടുക്കുക. അദ്ദേഹം ബാഹുബലി എന്ന സിനിമയിലെ കാലകേൻ്റെ ഡയലോഗ് അദ്ദേഹം പറയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. Memba, Dusha da Stelmi, Arta Buscal Koiklam Bumbla, Nakogini Shuku, Yadandoni, Imnarino the Minda Didicambara, Puda Bidini. അടിപൊളി അടിപൊളി. ഇതാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതും പിന്നെ ആക്ഷൻ ഹീറോ ബിജുവിലെ മേരി ചേച്ചി, നമ്മളെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ വരുന്ന മേരി ചേച്ചിയുടെ വോയിസ്. ഇവക്ക് പോലീസ് സ്റ്റേഷനിൽ കയറാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുന്നതാണ് സാറ്. എനിക്കും പേടിയാണ് സാറ്. പിന്നെ ഇവളുള്ളൊരു ധൈര്യത്തിൽ വന്നതാണ്. അയ്യേ, സാറിൻ്റെ പേര് മിനിന്നാണ്. അയ്യേ, പെണ്ണുങ്ങളെ പേരാണല്ലോ. ഓക്കെ, അടിപൊളി. അപ്പോൾ ജിനീഷ് ശരിക്കും പറഞ്ഞാൽ ദുരന്തത്തിന് ശേഷം ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നില്ലേ? അതെ അതെ. എന്നോട് പറഞ്ഞൊരു മരവിപ്പൊക്കെയാണ്, ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെയാണ്. എന്തായാലും ജിനീഷിന് എല്ലാവിധ ആശംസകളും. ജിനീഷിന് ഇത് ടാക്സി ആയിട്ട് ഓടിക്കാനാണ്? അതെ, ടാക്സി ആക്കി. ഹോം സ്റ്റേ ഒക്കെ തിരിച്ചു പിടിക്കുമോ? ഹോം സ്റ്റേ എനിക്ക് ഒന്നാമത് ഇങ്ങനെ ഷൂട്ടിനും കാര്യങ്ങൾക്കും പോകാനും ഇങ്ങനെ ആകുമ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ആകുമ്പോൾ നമുക്ക് ഒരു വരുമാനമാകും. അപ്പോൾ ജിനീഷിന് ഈ കലയും കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് വരുമാനം വേണം. അതിനുള്ള ഓണ സമ്മാനമാണ് നമ്മുടെ AGC ഗ്രൂപ്പിൻ്റെ അലീക്കയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അലീക്കയ്ക്കും ഒരു ഓണാശംസ പറയുന്നു.